بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലെ പാഠങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്ന പാഠം. മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായ മര്യാദകളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ബഷീർ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഈ മകന് നുഅ്മാന് ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന് സാക്ഷിയാക്കണമെന്ന് നുഅ്മാൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ചോദിച്ചു, നീ നിൻ്റെ ബാക്കിയുള്ള മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ലാ അശ്ഹദു അലാ ജൗർ, എങ്കിൽ ഞാനൊരു അനീതിക്ക് സാക്ഷിയാവുകയില്ല. മറ്റു ചില റിവായത്തുകൾ കാണാം, വേറെ ആളെ നോക്കുക, ഞാനിതിന് സാക്ഷിയാവുകയില്ല. നോക്കൂ, മക്കൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരാൾക്ക് മറ്റേയാളെക്കാൾ ആവശ്യമുണ്ട്, ദാരിദ്ര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമോ ഉള്ളത് കൊണ്ട് ഒരാൾക്ക് മറ്റേയാൾക്ക് കൊടുക്കാത്തത് കൊടുക്കാമോ? അങ്ങനെ കൊടുക്കാം. കാരണം അത് ഇയാൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. മക്കളിൽ ഒരാൾ ദരിദ്രനാണ്, അല്ലെങ്കിൽ ഒരാൾ കടത്തിലകപ്പെട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ ഒരാൾ അകപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ അയാളുടെ ആവശ്യം നികത്താൻ കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും അതുപോലെ കൊടുക്കണം എന്നില്ല. കാരണം ഇസ്ലാമിൽ ഉള്ളത് സമത്വമല്ല, മറിച്ച് നീതിയാണ്. ഇസ്ലാമിലുള്ളത് എല്ലാവരെയും ഒരുപോലെ ആക്കലല്ല, മറിച്ച് ഓരോരുത്തർക്കും അവരുടെ ആവശ്യം പരിഗണിച്ച് നൽകലാണ്. അതേസമയം ഇങ്ങനെ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമോ ബുദ്ധിമുട്ടോ ഇല്ല, മറിച്ച് വെറുതെ ഒരാവശ്യമില്ലാതെ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുകയാണ് എങ്കിൽ അതുപോലെ ബാക്കി എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ഒരാൾക്ക് മാത്രമായി കൊടുക്കുക പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നിരിക്കവേ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, ചെറിയ കുട്ടി വന്നു. അദ്ദേഹം ആ കുട്ടിയെ ചുംബിച്ച് മടിയിലിരുത്തി. കുറച്ച് കഴിഞ്ഞ് അയാളുടെ ഒരു മകൾ വന്നു. അപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയെ തൻ്റെ അടുത്തിരുത്തി. ആൺകുട്ടി വന്നപ്പോൾ ചുംബിച്ച് മടിയിലിരുത്തി, പെൺകുട്ടിയെ അടുത്തിരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫമാ അദൽത ബൈനഹുമാ, നീ അവർക്കിടയിൽ രണ്ടുപേർക്കുമിടയിൽ നീതി പാലിച്ചില്ല. മറ്റു ചില റിവായത്തുകളിൽ കാണാം, നിനക്ക് നീതി പാലിച്ചുകൂടെ ആ രണ്ടുപേർക്കിടയിൽ. നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കണിശമായിട്ടാണ് ഇത് പഠിപ്പിച്ചത്. മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ല എങ്കിൽ ഉണ്ടാവുക രണ്ട് പ്രശ്നങ്ങളാണ്, പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവായ ബഷീറിനോട് ചോദിച്ചു, നിന്നോട് മക്കളൊക്കെ നന്മ ചെയ്യുന്ന കാര്യത്തിൽ അവരെല്ലാവരും ചെയ്യണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നിന്നോട് ഏതെങ്കിലും ഒരു കുട്ടി മാത്രം നന്മ ചെയ്യുക, മറ്റുള്ളയാൾ ചെയ്യാതിരിക്കുക എന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എല്ലാവരും എനിക്ക് ഒരേപോലെ നന്മ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു കുട്ടി നമ്മെ തിരിഞ്ഞു നോക്കാത്ത തോന്നിവാസിയായി അങ്ങനെ നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. മറിച്ച് എല്ലാവരും നമ്മെ പരിഗണിക്കുന്ന, ഭാവിയിൽ നമുക്ക് നന്മ നൽകുന്ന മക്കളാകണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ അവർക്കിടയിൽ നീതി പാലിക്കുക. മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ല എങ്കിൽ ഉണ്ടാകാനിടയുള്ള ഒരു പ്രശ്നം തിരിച്ച് അവർ നന്മ ചെയ്യാതിരിക്കുക എന്നതാണ്.
ഇത് നീ അനീതി കാട്ടിയ ഒരു മകനോ മകളോ നിനക്ക് ഭാവിയിൽ നന്മ ചെയ്യുകയാണ് എങ്കിൽ അത് നിനക്ക് ലജ്ജ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നീ അവനോട് അനീതി കാണിച്ചു, പക്ഷെ അവനാണ് ഭാവിയിൽ പിന്നീട് നിനക്ക് നന്മ ചെയ്യുന്നത് എങ്കിൽ അത് നിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മാതാപിതാക്കളോട് തിരിച്ചുള്ള നന്മയിൽ പ്രശ്നമുണ്ടാകും മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ലെങ്കിൽ. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമതുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നം അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുമെന്നതാണ്. ഒരാളെ മാത്രം പരിഗണിച്ചാൽ അയാളോട് ബാക്കിയുള്ളവർക്ക് ശത്രുതയും വിദ്വേഷവും അസൂയയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിൻ്റെ നബിമാർ നീതിയിലും നന്മയിലുമെല്ലാം പരിപൂർണരായ ആളുകളാണ്. നബിമാരെക്കുറിച്ച് നമ്മൾ അതാണ് വിശ്വസിക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമിനെ പോലെയുള്ള നബിമാർ, അവരോട് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്, യാതൊരു സംശയവുമില്ല. പക്ഷേ തെറ്റിദ്ധാരണയും അതുപോലെ മനസ്സിൽ ഒരാൾക്ക് പിടിച്ചു വെക്കാൻ സാധിക്കാത്ത സ്നേഹവുമെല്ലാം പോലും ചിലപ്പോൾ ആളുകൾക്കിടയിൽ അസൂയയും വിദ്വേഷവും ഉണ്ടാക്കിയേക്കാം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ചെറിയ മക്കളിൽ ഒരാളാണ് യൂസുഫ് അലൈഹിസ്സലാം, അതുപോലെ ബിന്യാമിൻ. ഈ സഹോദരങ്ങൾ യൂസുഫ് അലൈഹിസ്സലാമിനോട് ശത്രുത വെച്ചു. ഈ ശത്രുത, അവർക്കുള്ള ഈ പ്രയാസം യാക്കൂബ് അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാം ആ സ്വപ്നം കണ്ട കഥ പറഞ്ഞപ്പോൾ യാക്കൂബ് നബി എന്താണ് പറഞ്ഞത്? മോനെ, നീ ഈ സ്വപ്നത്തിൻ്റെ കാര്യം നിൻ്റെ സഹോദരങ്ങളോട് പറയരുത്. ഫയകീദു ലക കൈദാ, അവർ നിനക്കെതിരിൽ എന്തെങ്കിലും കുതന്ത്രം അതുകൊണ്ട് ഉണ്ടാക്കിയേക്കും നീ അവരോട് നിൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ. കാരണം വലിയ സ്ഥാനം തങ്ങളുടെ സഹോദരൻ നേടിയെടുക്കാൻ പോവുകയാണ് എന്നവർ മനസ്സിലാക്കിയാൽ, തങ്ങളെക്കാൾ ഉന്നതിയിലെത്താൻ പോകുന്നെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ പേരിൽ അസൂയമൂത്തി എന്തെങ്കിലും ചെയ്യാനിടയുണ്ട് എന്ന മുന്നറിയിപ്പ് യാക്കൂബ് അലൈഹിസ്സലാം മകൻ യൂസുഫ് അലൈഹിസ്സലാമിന് നൽകുകയാണ്. ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക, മോനെ, നിൻ്റെ ഈ സ്വപ്നം നീ നിൻ്റെ സഹോദരങ്ങളോട് പറയരുത്. അവർ നിനക്കെതിരിൽ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിച്ചേക്കാം. ആ ആയത്തിലെ, ഈ ചരിത്രത്തിലെ, ഈ സംഭവത്തിലെ പാഠമാണ്, എന്തെങ്കിലും ഒരു ഷർറ് മുന്നിൽ കണ്ടാൽ അതൊരാളിൽ നിന്നാണ് എങ്കിൽ ആ ഷർറിനെ കുറിച്ച് ഒരാൾക്ക് മുന്നറിയിപ്പ് നൽകാം. അതിൽ തെറ്റില്ല. അത് അയാൾ അറിഞ്ഞാൽ അയാൾക്ക് പ്രയാസമുണ്ടാക്കുന്നതല്ലേ ആണ്, സംശയമില്ല. പക്ഷേ എങ്കിലും ഷർറിൽ നിന്ന് താക്കീത് നൽകാൻ വേണ്ടി അത് ഒരാളോട് പറയാം. അത് മുഹറമായ ഹറാമായ ഗീബത്ത് ആവുകയില്ല. ഹറാമായ ഗീബത്ത്, പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ് ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്, പരദൂഷണം. അത് ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിൽ വിലക്കിയിട്ടുണ്ട്. വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്, നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരൻ്റെ മാംസം അയാൾ മരിച്ചു കിടക്കവേ തിന്നാൻ ആഗ്രഹിക്കുന്നു, ഇല്ല നിങ്ങളത് വെറുക്കുന്നു. വളരെ ഗുരുതരമായ തെറ്റായതുകൊണ്ട് അത്രയും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഉദാഹരണമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് ഗീബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്, അവൻ്റെ അസാന്നിധ്യത്തിൽ. അതുകൊണ്ടാണ് അതിന് ഗീബത്ത് എന്ന് പറയുന്നത്. കാരണം ഗൈബിൽ അവൻ മുന്നിലില്ല, അവൻ അപ്പുറത്താണ്, അവൻ കേൾക്കുന്നില്ല. അപ്പോൾ അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, നബി അത് അയാളിലുണ്ട് എങ്കിലോ? പറയുന്ന കാര്യം അയാളിലുണ്ട്, കളവല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളത് പറഞ്ഞാലാണ് അത് ഗീബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ ഫഖദ് ബഹത്ത, നീ അവനെക്കുറിച്ച് ഒരു ബുഹ്താനാണ് പറഞ്ഞത്, വ്യാജം കെട്ടിച്ചമച്ചിരിക്കുകയാണ്, അത് വേറെ കുറ്റമാണ്. ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ യാക്കൂബ് അലൈഹിസ്സലാം ഇവിടെ സഹോദരങ്ങളെക്കുറിച്ച് യൂസുഫ് നബിയോട് പറഞ്ഞ എന്താണ്? നീ അത് ഇവരോട് പറയരുത്. ഫയകീദു ലക കൈദാ, അവർ നിനക്കെതിരിൽ കുതന്ത്രം പ്രയോഗിച്ചേക്കും. അത്
അവരുടെ അസാന്നിധ്യത്തിൽ യാക്കൂബ് അലൈഹിസ്സലാം പറയുന്നത് അവർക്കിഷ്ടപ്പെടുമോ? യാതൊരു സംശയവും ഇഷ്ടപ്പെടുകയില്ല. അവർക്കിഷ്ടമല്ലാത്തത് അവരുടെ അസാന്നിധ്യത്തിൽ പറയുകയാണ്. എങ്കിൽ കൂടി ഇത് ഹറാമായൊരു കാര്യമല്ല ഇവിടെ. എന്തുകൊണ്ടാണ്? ഒരു ഷർറിനെ കുറിച്ച്, ഒരു അപകടക്കുറിച്ച് താക്കീത് നൽകാനാണ് ഈ പറയുന്നത്. ഗീബത്തിൻ്റെ വിധി അത് ഹറാമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് അനുവദനീയമായി തീരും, അല്ല ചില സന്ദർഭങ്ങൾ നിർബന്ധമായി തീരും, ചില സന്ദർഭങ്ങളിൽ അത് പുണ്യകരമായി തീരും, ഹറാമാവുകയില്ല. അങ്ങനെയുള്ള 6 സന്ദർഭങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പറഞ്ഞത് കാണാം. 6 ഇടങ്ങളിൽ ഗീബത്ത് അനുവദനീയമാണ്. ഒന്നാമത്തേത് തവല്ലും എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ആക്രമിച്ചു, ദുൽമ് ചെയ്തു. ഈ അക്രമത്തിൽ നിന്ന് പരിഹാരം നേടാനായി അതിൻ്റെതായ സ്ഥാനത്ത് ഒരാൾ ഈ അക്രമത്തെക്കുറിച്ച് പറയുക. ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളുടെ സ്വത്ത് കവർന്നെടുത്തു, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചു. ഇതൊരു ഖാദിയോട്, ഒരു ന്യായാധിപനോട് പോയി പറയുക, എന്നെ ഇന്നയാൾ ആക്രമിച്ചിരിക്കുന്നു. അത് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. പക്ഷെ അത് അനുവദനീയമാണ്. കാരണം ഇയാൾ അക്രമത്തിന് വിധേയനായിരിക്കുന്നു. ആ അക്രമം അതിന് പരിഹാരം നേടിയെടുക്കാൻ വേണ്ടി ഒരു ന്യായാധിപനോടോ അല്ലെങ്കിൽ സമാനമായ സ്ഥാനത്തുള്ളവരോടോ പോയി അത് പറയൽ ഹറാമായ ഗീബത്ത് അല്ല, അത് അനുവദനീയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗീബത്ത് അനുവദനീയമാകുമെന്ന് പറയുന്ന 6 സന്ദർഭങ്ങളിലും ഒരാളുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ, വെറുതെ കിട്ടിയ ചാൻസിന് അവൻ്റെ കുറ്റം പറഞ്ഞേക്കാം എന്ന ഉദ്ദേശം അവനില്ല എങ്കിൽ ആണിത് അനുവദനീയമാവുക. അതല്ലാതെ ഇത് അവസരമാക്കിയെടുത്ത് ആളെ പറയുക എന്നതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? കാരണം നമ്മുടെ വയറിന് അതിൻ്റെ ശഹവത്തുണ്ട്, നല്ല ഭക്ഷണത്തോടെ നമുക്ക് ആഗ്രഹമുണ്ട്, അതിൻ്റെ മോഹം അത് ശഹവത്താണ്. ലൈംഗികാവയവത്തിന് അതിൻ്റെ ശഹവത്തുണ്ട്, അതിൻ്റെ മോഹമുണ്ട്. ഇതുപോലെ നാവിന് അതിൻ്റെ ശഹവത്തുണ്ട്. നാവ് നല്ല പഴമോ മറ്റോ കടിച്ചിറക്കുന്നത് പോലെ സംസാരിക്കുക എന്നത് നാവിൻ്റെ ശഹവത്താണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് കൊതി തോന്നുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രുചി, പറയുമ്പോൾ ഒരു രുചി അനുഭവപ്പെടുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ വയറു നിറഞ്ഞതായി തോന്നുന്നത്. എന്തുകൊണ്ടാണ്? അത് നാവിന് ശഹവത്തുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി ആകരുത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നിങ്ങൾ നോക്കൂ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളുടെ വഴികൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, 5 നേരത്തെ നിസ്കാരം, നോമ്പ്, ഇതുപോലുള്ള നിർബന്ധ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ വാതിലുകൾ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് രാത്രി നിസ്കാരം, സദഖ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറയുകയാണ്, നിനക്ക് ഇതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ? മുആദ് പറഞ്ഞു, അതെ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, ഇത് നീ പിടിച്ചു വെക്ക്. അപ്പം മുആദ് ചോദിച്ചു, ഫഹൽ നുആഖദു ബിമാ നതകല്ലമു ബിഹ്, നബിയെ സംസാരിച്ചതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകലത്ക ഉമ്മുക യാ മുആദ് ഫഹൽ യകുബ്ബു الناس على وجوههم أو قال على مناخرهم في النار فهل يكب الناس في النار على وجوههم أو على مناخرهم إلا حصائد ألسنتهم. ജനങ്ങൾ അവരുടെ മുഖം കുത്തി അല്ലെങ്കിൽ മൂക്കുകുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ഹസായിദു അൽസിന, നാവ് കൊണ്ട് കൊയ്തെടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിനൊരു ശഹവത്തുണ്ട്, നാവിനതിൻ്റെ ആസ്വാദനവും അതിൻ്റെ രുചിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മോഹം തീർക്കാനാകരുത് ഈ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നത്. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ഖൽബ് അറിയുന്നവനാണ്. എന്തിന് നീ പറയുന്നു? റബ്ബറിയും.
അതുകൊണ്ട് ഈ ഇളവുകൾ ഒരിക്കലും നിൻ്റെ നാവിൻ്റെ കൊതി തീർക്കാൻ ഉപയോഗപ്പെടുത്തരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തേത് തബല്ലും, അഥവാ അക്രമത്തിന് വിധേയനായവൻ അത് പറയേണ്ടടുത്ത് പറയുക എന്നതാണ്. അവിടെ ഗീബത്ത് അനുവദനീയമാണ്. രണ്ടാമത്തേത് ഒരു മുൻകറായ കാര്യം, ഒരു തിന്മ തടുക്കാൻ മറ്റൊരാളോട് സഹായം തേടാനാണ്. ഒരു തിന്മ നടക്കുന്നുണ്ട്, ആ തിന്മ നിനക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും, പക്ഷെ ഒറ്റയ്ക്ക് സാധ്യമല്ല. ഒരാളുടെ സഹായം കിട്ടിയാൽ സാധ്യമാകും. അപ്പം അവനോട് പറഞ്ഞു കൊടുക്കാൻ, ഇതാ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇന്നത് ചെയ്യുന്നുണ്ട്, നമുക്കത് തടയണം. ഒരാളുടെ മകനാണത് ചെയ്യുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പോയി നേരിട്ട് തടഞ്ഞാൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് പോയി പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടി? അവനെ മോശക്കാരനാക്കാനല്ല, ആ തിന്മ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ആ തിന്മ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കൂ, ഒരു തിന്മ തടയാൻ മറ്റൊരാളോട് സഹായം തേടുക, ഇവിടെ ഗീബത്ത് അനുവദനീയമാണ്. അപ്പോൾ അത് അയാളോട് പറയേണ്ടി വരും, ഇന്ന സ്ഥലത്ത് ഇന്ന തിന്മയുണ്ട്, അത് തടയാൻ നീ എന്നെ സഹായിക്കണം, ഇന്നയാളത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി അനുവദനീയമാണ്. മൂന്നാമത്തേത് ഇസ്തിഫ്ത ആണ്. ഇസ്തിഫ്ത എന്നാൽ ഫത്വ ചോദിക്കുക. ഫത്വ ചോദിക്കുക അതിനുവേണ്ടി അനുവദനീയമാണ്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് അവളോട് എന്തെങ്കിലും അനീതി പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നു, ഇതിൽ അയാളോട് എന്ത് നിലപാട് സ്വീകരിക്കണം, ഞാൻ എന്തു ചെയ്യണം എന്നതിനു വേണ്ടി ഫത്വ പറയാൻ യോഗ്യനായ ഒരു പണ്ഡിതനോട് ഒരു സ്ത്രീ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മകൻ തൻ്റെ പിതാവിനെക്കുറിച്ച് ഒരു ഫത്വ നൽകുന്ന ഒരു പണ്ഡിതനോട് പോയി ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇന്ന ആൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ പറയുക അനുവദനീയമാണ്. പക്ഷേ ശ്രദ്ധിക്കുക, അങ്ങനെ പറയാതെ ആമായി പറയുക. അതായത് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ ആ സ്ത്രീ എന്ത് നിലപാട് സ്വീകരിക്കണം, അങ്ങനെ പോയി പറയാം. എൻ്റെ ഭർത്താവ് എന്ന് പറയാതെ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എന്ന് പറയാതെ, അങ്ങനെ പറഞ്ഞ് അതിന് മറുപടി ലഭിക്കുമെങ്കിൽ അങ്ങനെ പറയലാണ് ഏറ്റവും കരണീയം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എൻ്റെ ഉപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ എന്നിങ്ങനെ പറയാതെ, ഒരാളുടെ മകൻ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഒരാളുടെ ഉപ്പ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ അയാൾ എന്ത് നിലപാട് സ്വീകരിക്കണം, ഒരു സ്ത്രീയുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു, അപ്പോൾ ആ സ്ത്രീ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, അവളിങ്ങനെ ചെയ്താൽ കുറ്റമുണ്ടാകുമോ, അങ്ങനെ ചോദിക്കലാണ് വേണ്ടത്. അതിന് സാധിക്കുമെങ്കിൽ. ഇനിയല്ല അങ്ങനെ സാധിക്കില്ല, അപ്പോൾ ശരിയായ ഉത്തരം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഫത്വക്ക് വേണ്ടി ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് നമുക്കതിന് മാതൃക കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്ന് പറയുകയാണ്, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ്. അബൂ സുഫിയാൻ്റെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാൻ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ്. അബൂ സുഫിയാൻ ഒരു പിശുക്കനായ ആളാണ്. ആരാ വന്നിട്ട് പറയുന്നത്? ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളത് അബൂ സുഫിയാൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ പണം എടുക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടത് മാറൂഫായിക്കൊണ്ട് നീ എടുത്തുള്ള എന്ന് പറഞ്ഞാൽ, നിന്നെപ്പോലെ ഉള്ളൊരു സ്ത്രീക്ക് എന്താണോ നാട്ടു നടപ്പായി ചിലവിന് കൊടുക്കാറുള്ളത്, മക്കൾക്ക് കൊടുക്കാറുള്ളത്, ആവശ്യത്തിനുള്ളത് നീ ചോദിക്കാതെ എടുത്തോളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അബൂ സുഫിയാനോട് അതേക്കുറിച്ച് ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖറാഇനിൽ നിന്ന്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായി. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതുമില്ല. എന്താ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭർത്താവിൻ്റെ കുറ്റം പറയുന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമില്ല. ഫത്വ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് പറഞ്ഞത്. അങ്ങനെ പറയാം, അതിൽ കുഴപ്പമില്ല, ഫത്വക്ക് വേണ്ടി. നാലാമത്തേത് തഹ്ദീറിന് വേണ്ടി, അഥവാ താക്കീത് നൽകാൻ. ചിലപ്പോൾ മുസ്ലിം ഉമ്മത്തിന് താക്കീത് നൽകേണ്ടി വരും. ഇന്ന് ഒരാളെക്കുറിച്ച്, ഒരുവൻ തിന്മയിലേക്ക് വിളിക്കുന്നവനാണ്, അല്ലെങ്കിൽ അവൻ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്, അവൻ ദലാലത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്, അങ്ങനെയുള്ളവരെക്കുറിച്ച് താക്കീത് നൽകാൻ പറയേണ്ടി വരും. അതല്ല എങ്കിൽ നോക്കൂ, ഒരാൾ നമ്മളോടൊരു വിവാഹം ആലോചിച്ചു വന്നു, മനസ്സിലായില്ലേ, ഒരു വിവാഹം ആലോചിച്ചിട്ട് വന്നു,
അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരാളെ പങ്കാളിയാക്കട്ടെ എന്ന് ചോദിച്ചു വന്നു, നസീഹത്ത് ചോദിച്ചു വരികയാണ്. നമുക്ക് ഇയാളെക്കുറിച്ച് അറിയാം, എന്ത്, ഇയാൾ മോശക്കാരനാണ്, അല്ലെങ്കിൽ ഈ പെണ്ണ് മോശക്കാരിയാണ്. നിന്നോടൊരാൾ ചോദിച്ചു വരികയാണ്, എന്ത് നിങ്ങളെ അഭിപ്രായം ആ ചക്കരെ കുറിച്ച്, ആ പെണ്ണിനെ കുറിച്ച്. നിനക്കറിയാം അയാൾ പ്രശ്നക്കാരനാണ്, അയാൾ ഇന്ന് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഈ നസീഹത്ത് ചോദിച്ചു വന്ന ആൾക്ക് അയാളെക്കുറിച്ച് താക്കീത് നൽകുക അനുവദനീയമാണെന്നല്ല, നിർബന്ധമാണ്. പറയാതെ വിടാൻ പാടില്ല. വേറെ ആളെക്കുറിച്ച് നിനക്കറിയാം അയാൾ സാമ്പത്തിക ഇടപാട് വളരെ മോശമാണ്, ഇതിനു മുമ്പ് ആരൊക്കെയായിട്ട് കച്ചവടം കൂടിയിട്ടുണ്ടോ എല്ലാവർക്കും പരാതിയാണ് പറയാനുള്ളത്. അങ്ങനെ ഒരാളെക്കുറിച്ച് നിന്നോട് ഒരാൾ വന്ന് പറയാൻ, ഓനെ ഞാൻ പാർട്ട്ണറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അയാളെക്കുറിച്ച് നിനക്കറിയുന്ന കാര്യം ഈ ചോദിച്ചു വന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക നിർബന്ധമാണ്, നിന്റെ മേൽ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ സ്തുൻസിഹ്തും ഫൻസഹു, നിങ്ങളോട് ആരെങ്കിലും നസീഹത്ത് ചോദിച്ചാൽ നിങ്ങൾ നസീഹത്ത് കൊടുക്കണം, ഇഷാറത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഒരു വിവാഹാലോചന നബിയോട് വന്ന് പറയുകയാണ്, ഒരു സ്ത്രീയുടെ വിവാഹാലോചന. 2 പേർ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ഒന്ന് അബുൽ ജഹം, രണ്ടാമത്തേത് മുആവിയ റളിയല്ലാഹു അൻഹു. 2 പേര് സഹാബിമാരാണ്. പക്ഷെ അവിടെ വിവാഹാലോചനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അബൂ ജഹം ഫലാ യദഉ അസാഹു അൻ ആതികിഹി, അബൂ ജഹം വടി തൻ്റെ ചുമലിൽ നിന്ന് താഴെ വെക്കൂല എന്ന് പറഞ്ഞാൽ ആള് അടിക്കുന്ന ആളാണ്. അമ്മ മുആവിയ ഫസാലൂകുൻ ലാ മാലല, മുആവിയ ആകട്ടെ തീരെ പൈസയൊന്നുമില്ലാതെ അങ്ങനെ നടക്കുന്ന ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിൻ്റെ സമയത്ത് ആലോചിച്ച് നോക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു വഹി എഴുതി വെക്കുന്ന എൻ്റെ സഹാബിയാണെന്നല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ? നബിയുടെ ഭാര്യയുടെ സഹോദരനാണ്, കാത്തിബുൽ വഹിയിൽപ്പെട്ട സഹാബിയാണ്, ശ്രേഷ്ഠനായ സഹാബിയാണ് മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ വഅർദാഹുമ. പക്ഷെ ഇവിടെ വിവാഹാലോചനയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഫസാലൂകുൻ ലാ മാലല, പൈസ ഒന്നുമില്ലാതെ നിങ്ങൾ നടക്കുന്ന ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളെ പറഞ്ഞു കൊടുത്തു. അബൂ ജഹമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കാരണം വിവാഹാലോചനയാണ്. ഇതുപോലെ ആലോചന വന്നാൽ നിനക്കറിയുന്നത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ കച്ചവടത്തിൽ വന്നാൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിനേക്കാൾ വലുതാണ് എന്ത്? ജനങ്ങളെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന, വദാലത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത്, മനസ്സിലായില്ലേ? അവരെ പേരെടുത്ത് പറയേണ്ടി വന്നാൽ അങ്ങനെ പറയുക എന്നത് ഈ ബാബിലാണ്. ഈ ബാധ്യതയുടെ പേരിലാണ് നമ്മുടെ ഇമ്മ, ഈ ഉമ്മത്തിലെ നേതാക്കന്മാർ, മുൻഗാമികൾ, അവർ ഹദീസിൻ്റെ റാവിമാരിൽ, ഹദീസ് ഉദ്ധരിച്ച റാവിമാരെ കുറിച്ച് പറയും, ഇന്നാളുടെ ഹദീസ് സ്വീകരിക്കരുത്, കദ്ദാബ്, കളവ് പറയുന്ന ആളാണ്. ഇന്നാളുടെ ഇത് സ്വീകരിക്കും, മുദല്ലിസ്, ആൾ തൻ്റെ ഷെയ്ഖാരാണ്, തൻ്റെ ഉസ്താദാരാണ്, അദ്ദേഹത്തെ മറച്ചു വെച്ച് അതിൻ്റെ അപ്പുറത്തുള്ള ആളുടെ പക്കൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ആളാണ്. വിമർശന ബുദ്ധിയോടെയും അതല്ലാത്ത നിലക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പറയും. ചില ആളുകളെ കുറിച്ച് പറയും, അദ്ദേഹം ഓർമ്മശക്തിയില്ലാത്ത ആളാണ്, അദ്ദേഹം തൻ്റെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചാൽ സ്വീകരിച്ചോളൂ, പക്ഷെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ സ്വീകരിക്കരുത്. സുബ്ഹാനല്ലാഹ്, ചില റാവിമാരിൽ സ്വന്തം പിതാവിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് സ്വീകരിക്കാൻ പാടില്ല. യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ ജർഹ് വതഅദീലിൻ്റെ ഇമാമുമാരിൽ ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളായിരുന്നു കൂടുതൽ ആളുകളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഒരാളെ തഅദീൽ ചെയ്താൽ, അദ്ദേഹം ഒരാൾ സ്വീകാര്യനാണെന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റ സ്വീകാര്യനായിരിക്കും. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല, മനസ്സിലായി? അതുപോലെ വേറെ ചില ഇമ്മത്തുണ്ട്, അവരുടെ പൊതുവെയുള്ള രീതി വിമർശനം വളരെ കുറവാണ്, പെട്ടെന്നാളെ നന്മ ആണ് പറയുക. അങ്ങനെയുള്ള മറ്റൊരാൾ വിമർശിച്ചാൽ അയാൾ അത്ര മോശക്കാരനായിരിക്കും, മനസ്സിലായില്ലേ? ഇത് രണ്ടും പണ്ഡിതന്മാർ പറയും. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇതിൽ വളരെ മധ്യമ നിലപാടിലാണ്, വളരെ മധ്യമ നിലപാടിലാണ്. ഒരാളെക്കുറിച്ച് ഇമാം ബുഖാരി വിമർശനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ പോലും വളരെ
മിതത്വമുള്ള വാക്കുകളെ പറയാറുള്ളൂ. അതുകൊണ്ട് ഇമാം ബുഖാരി കടുത്ത വാക്ക് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ അബദ്ധങ്ങളുള്ള ആളായിരിക്കും. ഇങ്ങനെ അയിമ്മത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഇമാമുമാരുണ്ട്. എന്തിനാണ് ഇവർ ഈ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? ഈ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവോ ഇല്ലാത്തതോ സംശയാസ്പദമായതോ കാര്യങ്ങൾ ഉമ്മത്തിൽ പ്രചരിപ്പിക്കപ്പെടരുത്, അതിനു വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ആളുകളെ വളരെ കർശനമായി ആളുകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ആളായിരുന്നു. ഇന്ന ആൾ സ്വീകരിക്കാൻ പാടില്ല, അദ്ദേഹം കളവ് പറയുന്ന ആളാണ്, അദ്ദേഹം ആരോപണ വിധേയനാണ്, സ്വീകരിക്കുക. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്കായിരുന്നു അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത്. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് പേടിയില്ലേ പരലോകത്ത് നിങ്ങൾ ഈ കുറ്റം പറഞ്ഞ ആളുകളൊക്കെ നിങ്ങൾ എതിരാളികളായിട്ട് വരുന്നത്? അത് നിങ്ങൾക്ക് എന്താണ് പേടിയില്ലാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കതിനേക്കാളും പേടി എൻ്റെ എതിർഭാഗത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എന്തുകൊണ്ട് എൻ്റെ പേരിൽ ഉള്ള ഹദീസുകൾ അതിൻ്റെ കണ്ണികളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടായിട്ട് നീ ജനങ്ങൾക്കത് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുന്നതിന് നീ എന്തിനു കൂട്ടുനിർത്തു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ എതിർഭാഗത്ത് വരുന്നതാണ് എനിക്കിതിനേക്കാളൊക്കെ പേടി. സുബ്ഹാനല്ലാഹ്, നോക്കൂ ദീനിനോടുള്ള അവരുടെ കൂറ് നോക്കൂ. അതുകൊണ്ട് ദീനിൻ്റെ പേരിൽ ആളുകളെ വിമർശിക്കേണ്ടി വന്നാൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന, ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയാൽ ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ്, സ്വന്തം രോഷം തീർക്കാനോ വാശി തീർക്കാനോ ഒന്നുമല്ല എങ്കിൽ പ്രിയമുള്ളവരെ അത് ശ്രേഷ്ഠമായ ഇക്കാലത്തെ ജിഹാദിൻ്റെ രൂപങ്ങളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്വന്തം അഭിമാനമാണ് ജനങ്ങൾക്ക് മുന്നിൽ എടുത്തു വെക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെ ഒക്കെ വക്താക്കളെ വിമർശിച്ചാൽ അവർ ഉണ്ടാതിരിക്കുന്നു? ഇല്ല, അവർ ഈ പറയുന്ന ആളുകളെ കൊത്തിക്കീറും. അവരെ ചിലപ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കും, കുടുംബത്തെ ആക്ഷേപിക്കും, അവഹേളിക്കാൻ ശ്രമിക്കും. സ്വന്തം അഭിമാനം അള്ളാഹുവിൻ്റെ ദീനിന് മുന്നിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടാണ്. ഇഖ്ലാസോടെ ഒരാൾ ഇങ്ങനെ ദീനിന് വേണ്ടി വിമർശിക്കാൻ ഇറങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ആളുകൾ, ചില ആളുകൾ പറയും എന്തിനാ ഇങ്ങനെ ആളുകൾ കുറ്റം പറഞ്ഞിറക്കണം. ഇങ്ങനെ പറയുന്ന ആളുകൾ നോക്ക് നിങ്ങൾ, അവരുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു നോക്കട്ടെ, അപ്പം കാണാൻ ചൂട്, അപ്പം കാണാൻ പൊള്ളുന്നത്. എന്തേ സംഭവിച്ചത്? അവൻ്റെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അതിക്രമം പ്രവർത്തിച്ചതാണ്. അപ്പം പറയാത്ത കുറ്റമൊന്നും ഉണ്ടാവില്ല, അധിക്ഷേപിക്കാൻ ഉപയോഗിക്കാത്ത ചീത്ത വാക്കുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ദീനിൻ്റെ പേരിൽ എന്തിനാണ് ആളുകളെ കുറ്റം പറയുന്നത്? അങ്ങനെ ഇങ്ങനെ ശരിയാണ്, അനാവശ്യമായി പറയരുത്, ഇഖ്ലാസ് ഇല്ലാതെ പറയരുത്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയായിരിക്കണം. ദീനിൻ്റെ ഉസൂലുകളെ, ദീനിൻ്റെ അടിവേരുകളെ, അടിത്തറകളെ പൊളിക്കാൻ ശ്രമിക്കുന്ന, അതിനെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തുറന്നു കാട്ടുക എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. ആ ഗീബത്ത് അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായി തീരും, വാജിബായി തീരും. അയിമ്മത്ത് ചെയ്ത, ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികൾ ചെയ്ത പണിയാണത്, നിസ്സാരമായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ട് മുസൈലിമയെ കുറിച്ച് എന്ത് പറഞ്ഞു? മുസൈലിമ അൽ കദ്ദാബ്, കദ്ദാബായ മുസൈലിമ, പെരുങ്കള്ളനായ മുസൈലിമ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസൈലിമയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നൗഫ് അൽ ബിക്കാലി റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹം മൂസ അലൈഹിസ്സലാം, ഖദർ അലൈഹിസ്സലാം സന്ദർശിക്കാൻ പോയ മൂസ നബി അത് ബനൂ ഇസ്രായേലിലെ മൂസയല്ല എന്ന് ഒരു വാക്ക് പറഞ്ഞ സന്ദർഭത്തിൽ അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കദബ അദുവുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രു കളവ് പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ പറഞ്ഞ ആൾ മോശക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്. പക്ഷേ ഗൗരവപ്പെട്ടൊരു വാക്ക് കേട്ടപ്പോൾ സഹാബിയുടെ പ്രതികരണം അങ്ങനെയാണ്, കദബ അദുവുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രു കളവ് പറഞ്ഞിരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചെന്ന് ചില ആളുകൾ പറഞ്ഞു, ഖദർ നിഷേധിക്കുന്ന ചില ആളുകൾ ഇറാഖിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, അവർ ഇൽമൊക്കെ പഠിക്കുന്ന ആളുകളാണ്, നീ അവരെ കണ്ടാൽ അറിയിക്കണം, അന്നഹും ബുറാഉ മിന്നി വഅന ബരീഉ മിൻ, ഞാൻ അവരുമായി ബറാഅത്തിനാണ്, യാതൊരു ബന്ധവും എനിക്കില്ല, അവർക്ക് ഞാനുമായി ബന്ധമില്ല എന്നവരെ അറിയിക്കുക എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. നോക്കൂ, അള്ളാഹുവിൻ്റെ ദീനിനെ തൊട്ട് കളിച്ചാൽ സഹാബത്തിൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ, അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ മസ്ജിദിൽ നിന്ന് തടയരുത്. അവരതിന് അനുവാദം ചോദിച്ചാൽ അനുവാദം നൽകുക, അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം എങ്കിലും. ഇബ്നു ഉമറിൻ്റെ ഒരു മകൻ പറഞ്ഞു, വല്ലാഹി ലനംനഅഹുൻ, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് പറയുമ്പോൾ നീ എതിരെതിര് പറയുകയോ? ആ മകനോട് ഇബ്നു ഉമർ പിന്നെ ജീവിതത്തിൽ മിണ്ടിയിട്ടില്ല. അല്ലാഹു അക്ബർ. ചിന്തിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോട് ഈ രൂപത്തിൽ ഒരു എതിര് പറയുക, അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് പോലെയുള്ള സംസാരം സംസാരിക്കുക, അത് സഹാബത്തിന് സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ദീനു വേണ്ടി ഒരാൾക്ക് പൊള്ളുക എന്ന് പറയുന്നത് മോശമായ കാര്യമല്ല, മറിച്ച് മഹ്മൂദായ കാര്യമാണ്, അത് പ്രശംസനീയമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് ചവിട്ടി മതിക്കപ്പെടുമ്പോൾ നമുക്ക് പൊള്ളണം, റബ്ബിൻ്റെ ദീനാണ്. അപ്പോൾ നോക്കൂ, ദീനിന് വേണ്ടി താക്കീത് നൽകുക എന്നത് അത് ഈ വകുപ്പിൽപ്പെടുന്നതാണ്. ഒരാളുടെ ദുനിയാവിൻ്റെ കാര്യമാണ് വിവാഹവും കച്ചവടമൊക്കെ. അതിലെന്തെങ്കിലും ഒരാൾ വഞ്ചിക്കപ്പെട്ടാൽ ദുനിയാവിലെ അതിൻ്റെ പ്രയാസമുള്ളൂ. അതിൽ പോലും ആളുകളുടെ തെറ്റുകൾ പറയാൻ, അവരുടെ അസാന്നിധ്യത്തിൽ പറയാൻ ദീനിൽ അനുവാദമുണ്ട് എങ്കിൽ, അല്ലാതെ നിർബന്ധമാണ് എങ്കിൽ, പിന്നെ ജനങ്ങളുടെ ദീൻ നശിപ്പിക്കാൻ നടക്കുന്ന ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? അത് പറയണം. അത് പറയേണ്ട അളവിൽ, പറയേണ്ടിടത്ത്, പറയേണ്ട വാക്കുകൾ ഉപയോഗിച്ച് ഇഖ്ലാസോടെ അള്ളാഹുവിന് വേണ്ടി അത് പറയണം. അതതിൻ്റെ ഫലം ചെയ്യും. ഇങ്ങനെയാണ് ഈ ദീൻ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ല എങ്കിൽ സഹാബത്തിൻ്റെ കാലം തൊട്ട് ഈ ജാതി ബിദ്അത്തുകൾ ഇതൊക്കെ ദിനേന ഈ ഉമ്മത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉമ്മത്തിലെ ഇമ്മത്ത് നേതാക്കന്മാർ, ഉലമ അതേക്കുറിച്ച് മിണ്ടാതിരുന്നെങ്കിലോ 1400 കൊല്ലം കഴിയുമ്പോഴുള്ള ഇസ്ലാം വേറൊരു ദീനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ഇവിടെ ഉണ്ടാവില്ല. മറിച്ച് ആ ദീനിൻ്റെ പേരിൽ കടത്തിക്കൂട്ടപ്പെട്ടതിനെ വകതിരിച്ച് ഈ ദീൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ദുർവ്യാഖ്യാനങ്ങളെ മാറ്റി നിർത്തി ദീൻ ശുദ്ധീകരിച്ച, അതെപ്പോഴും അതിൻ്റെ പഴമയിൽ നിലനിർത്തിയ പണ്ഡിതന്മാർ ഉണ്ടായതുകൊണ്ടാണ്, അവരെ കൊണ്ടാണ് അള്ളാഹു ഈ ദീൻ സംരക്ഷിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ഭൂമിയിൽ ദീൻ സംരക്ഷിക്കാനുള്ള നക്ഷത്രങ്ങളെപ്പോലെ നിലനിർത്തി. ആകാശത്തെ നക്ഷത്രങ്ങൾ എങ്ങനെ അള്ളാഹു പിശാചുക്കളിൽ നിന്ന് റബ്ബിൻ്റെ വഹയിനെ സംരക്ഷിക്കാൻ നിലനിർത്തിയോ, അതുപോലെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ദീൻ സംരക്ഷിക്കാനുള്ള നക്ഷത്രങ്ങൾ പോലെയാണ് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ. നിങ്ങളറിയുമോ, ഹാറൂൺ റഷീദ്, ഖലീഫ ഹാറൂൺ റഷീദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു സിന്ദീഖ് പിടിക്കപ്പെട്ടു. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തികഞ്ഞ മതനിഷേധം കൊണ്ട് നടക്കുന്ന, പുറമേക്ക് ദീൻ ഉണ്ടെന്ന് അഭിനയിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ളവർ കള്ള ഹദീസുകൾ പടച്ചുവിട്ടിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെയുള്ള ഒരുവനെ ഹാറൂൺ റഷീദ് പിടികൂടുകയും എന്നിട്ട് അവനെ കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു. അവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവൻ ഖലീഫയെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് കൊല്ലാം, പക്ഷേ ലക്ഷക്കണക്കിന് കള്ള ഹദീസുകൾ ഞാൻ ഉണ്ടാക്കി ദീനിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യുങ്ങൾ? ഹാറൂൺ റഷീദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇവിടെ അബ്ദുല്ലാഹി മുബാറക്കുണ്ട്, ഇന്ന മുഹദ്ദിസുകളായ പണ്ഡിതന്മാരുണ്ട്, നീ ഉണ്ടാക്കിയ ഓരോ കള്ള ഹദീസും ഓരോ വാക്കുകളായി അവരിങ്ങനെ വേർതിരിച്ച് മാറ്റിവെച്ച് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കും എന്ന് ഹാറൂൺ റഷീദ് റഹിമഹുല്ലാ പറഞ്ഞു. കാരണം ഈ ദീൻ അള്ളാഹു സംരക്ഷിക്കും. ഈ ദീൻ സംരക്ഷിക്കുക ആരെ കൊണ്ടാണ്? പണ്ഡിതന്മാരെ കൊണ്ടാണ്. ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും സഹൂറിൻ്റെ അത്താഴത്തിൻ്റെ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കളവ് പറയാൻ തീരുമാനിച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ജനങ്ങൾ അവനെ കള്ളനെന്ന് വിളിച്ചിരിക്കും. അത്താഴത്തിൻ്റെ നേരത്തെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ തീരുമാനിച്ചതാണ്. സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ജനങ്ങൾ അവനെ കള്ളനെന്ന് വിളിച്ചിരിക്കും. കാരണം അങ്ങനെ ഈ ദീൻ സംരക്ഷിക്കാൻ, ഇതിൽ ഇല്ലാത്തതുണ്ടാക്കിയാൽ അത് തുറന്നു കാട്ടുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കും. لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خذلهم ولا من خالفهم حتى يأتي أمر الله وهم على ذلك. ഈ ഉമ്മത്തിലൊരു വിഭാഗം ഹക്കിനുമേൽ നിലകൊണ്ടിരിക്കും, അതെപ്പോഴും പ്രകടമാക്കിക്കൊണ്ട്, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അവരെ കൈവിട്ടവർക്കോ അവരെ എതിരിട്ടവർക്കോ അവരെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഹത്താ യഅതി അംറുല്ലാഹ് വഹും അലാ ദാലിക്. അവരതേ സ്ഥിതിയിൽ നിലകൊള്ളവേ അന്ത്യനാൾ വരുവോളം. അംറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒരു തണുത്ത കാറ്റ് വീശും,
അതോടെ ഈമാൻ, ഒരു തരിമ്പ് ഈമാനെങ്കിലും ഹൃദയത്തിലുള്ളവരൊക്കെ മരിച്ചു വീഴും. പിന്നെ ഏറ്റവും മോശക്കാരാണ് ഈ ലോകത്തുണ്ടാവുക. അവരിലാണ് അന്ത്യനാൾ സംഭവിക്കുക. അതുവരേക്കും ആ വിഭാഗം ലോകത്ത് ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നോക്കൂ, ഹക്കിന് വേണ്ടി സംസാരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലക്ക് താക്കീത് നൽകാൻ വേണ്ടി ഗീബത്ത് അനുവദനീയമാണ്. അഞ്ചാമത്തെ കാര്യം, ഗീബത്ത് അനുവദനീയമാകുന്ന സന്ദർഭം തിന്മ പരസ്യമാക്കിയവനെക്കുറിച്ച്. തിന്മ, ഒരു വൃത്തികേട് പരസ്യമായി ചെയ്ത് നടക്കുന്നവൻ, അവനറിയാം ആ ചെയ്യുന്നത് എല്ലാവരും കാണുന്നുണ്ട്, കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് നടക്കുന്നവൻ്റെ ആ തിന്മയെക്കുറിച്ച്, അവനെക്കുറിച്ച് ആളുകൾ പറയുക എന്നത് ഗീബത്തിൽ പെടുകയില്ല. കാരണം അവൻ തന്നെ അത് പരസ്യമാക്കിയിരിക്കുകയാണ്. പരസ്യമായി വൃത്തികേടുകൾ ചെയ്ത് നടക്കുന്ന ഒരാൾ, പരസ്യമായി തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരാൾ, അവൻ്റെ ആ തോന്നിവാസത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ അത് ഗീബത്താവുകയില്ല. ആറാമത്തേത്, ഒരാൾക്ക് എന്തെങ്കിലും ശാരീരികമായോ മറ്റോ എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ട്, അത് അയാളുടെ അസാന്നിധ്യത്തിൽ പറയുക ഗീബത്താണെന്ന് നമുക്കറിയാം, പറയാൻ പാടില്ല. ശാരീരികമായ എന്തെങ്കിലും ഒരു ന്യൂനത ഒരാൾക്കുണ്ട്, അത് പറയരുത്. ഗുരുതരമായ തിന്മയാണ്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരീരത്തിൽ എന്തെങ്കിലും ന്യൂനത പറഞ്ഞ് ഒരാളെ പരിഹസിക്കുക എന്നത് വളരെ വളരെ ഗുരുതരമായ തെറ്റാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അടുത്ത നിമിഷം ചിലപ്പോൾ നിന്നെ ആ ന്യൂനത കൊണ്ട് പരീക്ഷിച്ചേക്കും. ഒരാളുടെ മുഖം ഇങ്ങനെയാണ്, മുഖത്തെന്തെങ്കിലും ഒരു വൈരൂപ്യമുണ്ട്, നീ അവനെ പരീക്ഷിച്ച് നീ അടുത്ത മിനിറ്റിലൊന്ന് മറിഞ്ഞു വീണാൽ നിൻ്റെ മുഖം ചിലപ്പോൾ അതിനേക്കാൾ മോശമാവും. നസല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ എൻ്റെ മക്കളെങ്ങനെ ആയാലോ, അവരാളുകൾ പരിഹസിച്ചാലോ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് ജനങ്ങളുടെ എന്തെങ്കിലും ശാരീരികമായ ന്യൂനത, അവരുടെ നിറത്തിലോ അവരുടെ മുഖത്തോ അവരുടെ നടത്തത്തിലോ അവരുടെ സംസാരത്തിലോ ഒക്കെ എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹസിക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്ത വളരെ മോശമായ തിന്മയാണ്. അതേസമയം നോക്കൂ, നിങ്ങൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിലൊരാൾ മറ്റൊരു ഭാര്യയെക്കുറിച്ച്, ഒരു ചെറിയൊരു കുറിയ സ്ത്രീയല്ലേ, അവരുടെ പൊക്കം ഇത്രയല്ലേ എന്ന രൂപത്തിൽ പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ച് അങ്ങനെ, നിൻ്റെ വാക്ക് കടലിൽ കൊണ്ടുവിട്ടാൽ കടൽ മലിനമാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പ്രതികരിച്ച രൂപമാണ്. അതേസമയം നോക്കൂ, ഇങ്ങനെ പരിഹസിക്കാനോ കളിയാക്കാനോ ഉള്ള യാതൊരു ഉദ്ദേശവുമില്ലാതെ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് പറയണം, അയാളുടെ പേരറിയില്ല, അല്ലെങ്കിൽ പേര് പറഞ്ഞ ആൾക്ക് മനസ്സിലാവുകയില്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ എന്തെങ്കിലും ഒരു പ്രത്യേകത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. അത് പറഞ്ഞാൽ ആൾ തിരിച്ചറിയുള്ളൂ. ഉദാഹരണത്തിന് അഅറജ്, പണ്ട് കാലത്ത് മുഹദ്ദിസുകളിൽ അറിയപ്പെട്ട ഒരാളാണ് അഅറജ് എന്ന് പറഞ്ഞാൽ കാലിന് മുടന്തുള്ള ആളെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ അഹ്വൽ, കോങ്കണ്ണുള്ളയാൾ, ഇങ്ങനെയൊക്കെ അറിയപ്പെട്ട ആളുകൾ പണ്ടുണ്ട്. അത് പരിഹസിക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ലാതെ, മറിച്ച് ഒരാളോട് ഇന്നയാളെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന രൂപത്തിലുള്ള ആൾ, ശരീരം ഇങ്ങനെയുള്ള ആൾ, ഇന്ന നിറത്തിലുള്ള ആൾ, അല്ലെങ്കിൽ മുടി അങ്ങനെ ആൾ, കണ്ണിങ്ങനെയുള്ള ആൾ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്താൽ തെറ്റില്ല. ഉദ്ദേശം എന്താകരുത്, പരിഹസിക്കലാകരുത്, മറിച്ച് ഇന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് താരീഫ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളിലും ഇതിലേതാകട്ടെ, 6 ഞാൻ നേരത്തെ പറഞ്ഞ് മറക്കാതിരിക്കുക. നമ്മുടെ നാവിൻ്റെ ശഹ്വത്ത് തീർക്കാൻ, നാവിന് അതിൻ്റെ മോഹമുണ്ട്, അത് തീർക്കാൻ, ആ പറഞ്ഞിട്ട് രസം കൊള്ളാൻ, കുറ്റം പറഞ്ഞ് രസം കൊള്ളാനാകരുത് പറയുന്നത്. നിയത്തുകൾ അള്ളാഹുവിനറിയാം, ഹൃദയം അള്ളാഹുവിനറിയാം. നീ എന്ത് ന്യായം നിൻ്റെ വാക്കിന് ആളുകളോട് പറഞ്ഞാലും ശരി, അള്ളാഹുവിനറിയാം നീ എന്തിനാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുന്ന, കവനവനെ ബാധിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഗീബത്ത് അനുവദനീയമാകുന്ന 6 സന്ദർഭങ്ങളുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് നബിയോട്, നിൻ്റെ സഹോദരങ്ങൾ നിന്നോട് ഇന്ന് കുതന്ത്രം കാണിച്ചേക്കും, അതുകൊണ്ട് ഈ സ്വപ്നം അവരോട് പറയരുത് എന്നതിൽ ഈ പാഠം ഉണ്ട്. നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ്, ഒരാളുടെ തുടക്കത്തിൽ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ച പാളിച്ചകളോ തെറ്റുകളോ അല്ല ഒരാളുടെ സ്ഥാനം തീരുമാനിക്കുന്നത്, മറിച്ച് അയാളുടെ അവസാനം എങ്ങനെയാണ് എന്നതിലാണ്. അത് നമുക്ക് ഏത് കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങൾ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും യൂസുഫ് നബിയെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ അവസാനം അവർ പശ്ചാത്തപിച്ചു, മാപ്പ് പറഞ്ഞു.
അവർ തിരുത്തി. അതുകൊണ്ട് തന്നെ അവസാനം അവരെ നന്മയുടെ ആളുകളായി, അല്ല നന്മ പ്രചരിപ്പിച്ച ആളുകളായിട്ടാണ് അവർ പരിഗണിക്കപ്പെടുന്നത്. അത് ആ സ്വപ്നത്തിലുണ്ട്. കാരണം യൂസുഫ് അലൈഹിസ്സലാം സൂര്യനെയും ചന്ദ്രനെയുമാണ് മാതാപിതാക്കളായിട്ട് കണ്ടത്. മാതാപിതാക്കളുടെ പ്രതീകമായി സ്വപ്നത്തിൽ കണ്ടത് സൂര്യനെയും ചന്ദ്രനെയും. സഹോദരങ്ങളെ കണ്ടത് എന്തായിട്ടാണ്? കൗകബ്, നക്ഷത്രങ്ങളായിട്ടാണ്. നക്ഷത്രങ്ങൾ പ്രകാശം പരത്തുന്നതാണ്. നക്ഷത്രങ്ങൾ മോശമായ കാര്യത്തിനല്ല ഉദാഹരണമായി പറയാം, അത് പ്രകാശം പരത്തുന്ന കാര്യങ്ങളാണ് കൗകബുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പണ്ഡിതന്മാർ ഉമ്മത്തിലെ ബാക്കിയുള്ളവർക്ക് ആരെ പോലെയാണ്? ചന്ദ്രനെ പോലെ. അല സായിരൽ കവാകിബ്, ബാക്കി നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രൻ എന്ത് ശ്രേഷ്ഠതയുണ്ടോ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാർ ചന്ദ്രനെ പോലെയാണ്. സൂര്യൻ അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പ്രകാശമാണ് ഈ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അവർ പ്രകാശം പരത്തുന്നവ തന്നെയാണ്. ഈ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ബാക്കി സഹോദരങ്ങളും അറിവിൻ്റെ നന്മയുടെ ആളുകളായി തീർന്നു. അതായിരുന്നു അവരുടെ അവസാനം അവർ മാപ്പ് ചോദിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൽ പരിഗണിക്കപ്പെടുക അതാണ് ഒരാളുടെ തുടക്കത്തിൽ ന്യൂനതകളോ പാളിച്ചകളോ അല്ല, മറിച്ച് അവസാനം എങ്ങനെയാണോ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക അത് അവസാനം എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഒരാൾ എത്ര കണ്ട് മോശക്കാരനായി നടന്നാലും അയാൾ അവസാന കാലത്ത് നന്നായോ അൽഹംദുലില്ലാഹ് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ആളുകൾ പല രൂപത്തിനാണ്. ചില ആളുകൾ ആദ്യം മോശക്കാരനായിരിക്കും, പിന്നെ നന്നാവും. ചില ആളുകൾ ആദ്യം നന്നായിരിക്കും, പിന്നെ മോശമാകും, നഊദു ബില്ലാഹ്. ചില ആളുകൾ അവരുടെ ആദ്യം മോശമായിരിക്കും, അന്ത്യവും മോശമായിരിക്കും. ചില ആളുകൾ അവരുടെ ആദ്യം നല്ലതായിരിക്കും, അവസാനവും നല്ലതായിരിക്കും. ഈ 4 കൂട്ടരാണ് ജനങ്ങൾ. ഇതിലേറ്റവും ശ്രേഷ്ഠർ എല്ലാ കാലവും നന്നായി ജീവിച്ചവരാണ്. ചെറിയ പ്രായം തൊട്ടേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ. ഷാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബിഹ്, തൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്നൊരു യുവാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ ഇസ്തിഖാമത്ത് കൈക്കൊള്ളാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ആർക്കെങ്കിലും അള്ളാഹു തൗഫീഖ് നൽകിയാൽ വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. മുറുകെ പിടിക്കുക. ശരി, ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ 40 കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 50 കഴിഞ്ഞ്, ചിലപ്പോൾ 60 കഴിഞ്ഞ്, അല്ല ചിലപ്പോൾ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ ആയിരിക്കും. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് അപ്പം മരിച്ച ആളുകളുണ്ട്. അപ്പോൾ തൻ്റെ വാഹനപ്പുറത്തുനിന്ന് വീണ് മരണപ്പെട്ട ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ചിലരെ കുറിച്ച് പറഞ്ഞു, ആമില ഖലീലൻ വ ഉജ്റ കസീറൻ. കുറച്ചു മാത്രം പ്രവർത്തിച്ചു, ഒരുപാട് പ്രതിഫലം നേടി. അവരിൽ ഒരാൾ ഇസ്ലാം അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു. നബി ഇസ്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഖറർതു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എന്നിട്ട് വാഹനപ്പുറത്തുനിന്ന് വീണ് മരിച്ചു. ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ അമൽ ഒരേ ഒരു അമലാണ്. എന്താണത്? അഖറർതു എന്ന വാക്ക്, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന വാക്ക്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഫضൽ, അവൻ്റെ ഔദാര്യം അത് വിശാലമാണ്. അതുകൊണ്ട് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ ഒരാൾക്ക് തൗബക്ക് നന്നാകാൻ അവസരമുണ്ട്. എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും എല്ലാം മക്കൾക്ക് നൽകിയ വസിയത്താണ്. അള്ളാഹു ഈ ദീൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു, അതുകൊണ്ട് മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഒരാളെങ്ങനെ ജീവിച്ചോ അങ്ങനെ മരിക്കുമെന്നാണ്. എങ്ങനെ മരിച്ചോ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നസല്ലാഹു അലി വലക്കും തൗഫീഖ്. നോക്കൂ, ഇങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ സ്ഥിതിയിൽ ഈ പാഠം ഉണ്ട്.
യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങൾ ഇതിനു ശേഷം പിതാവ് യാക്കൂബ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അള്ളാഹു അതേക്കുറിച്ചും ഖുർആനിൽ പറഞ്ഞു, ഇദ് ഖാലു ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീന മിന്ന വനഹ്നു ഉസ്ബഹ ഇന്ന അബാന ലഫി ളലാലിൻ മുബീൻ. അവർ പരസ്പരം സംസാരിക്കുകയാണ്. അവർ പറഞ്ഞു, യൂസുഫിൻ്റെ സഹോദരനുമാണ് നമ്മുടെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടം. യൂസുഫിനെയും സഹോദരനെയുമാണ് നമ്മുടെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടം. ഇന്ന അബാന വനഹ്നു ഉസ്ബഹ, നമ്മളാകട്ടെ ഇത്രയും ശക്തരായ സംഘമാണ്, എന്തിനും പോകുന്ന, ഉപ്പാക്ക് എന്തു വേണമെങ്കിലും ഉപകാരത്തിനെത്തുന്ന ആളുകൾ ഞങ്ങളാണ്. പക്ഷെ ഉപ്പാക്ക് ഇഷ്ടം ആരെയാണ്? യൂസുഫിനെയും സഹോദരൻ ബിന്യാമിനെയും. ഇന്ന അബാന ലഫി ളലാലിൻ മുബീൻ, നമ്മുടെ ഉപ്പ വ്യക്തമായും ഒരു ശരിയല്ലാത്ത വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുണ്ടായിട്ട് ഈ രണ്ട് പേരെയാണോ ഇഷ്ടം? എന്നിട്ട് അവർ പരസ്പരം പറഞ്ഞു, ഉഖ്തുലു യൂസുഫ്, നിങ്ങൾ എന്ത് ചെയ്യുക? യൂസുഫിനെ കൊന്നു കളഞ്ഞേക്കുക. ഔ ഇത്റഹൂഹു അർദൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരുമില്ലാത്ത ഏതെങ്കിലും ഒഴിഞ്ഞ ഭൂമിയെ കൊണ്ടുപോയി തള്ളിയേക്കുക, മരുഭൂമിയിലോ മറ്റോ കൊണ്ടുപോയി തള്ളിയേക്കുക. എങ്കിൽ യഖ്ലു ലക്കും വജ്ഹു അബീക്കും, നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ, അതിനുശേഷം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താവാം? സാലിഹീങ്ങളാകാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലുള്ളൊന്നും ചെയ്യാതെ നല്ല ആളുകളായി ജീവിക്കാം. സുബ്ഹാനല്ലാഹ്, അസൂയ ഈ ഗുരുതരമായ തിന്മ അതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കുന്നതിലേക്ക് അവരെ കൊണ്ടുപോയി. അസൂയാണ് അവരെ അവിടെ എത്തിച്ചത്. എന്നിട്ട് അവരെന്താണ്? സ്വന്തം സഹോദരനെ കൊല്ലാൻ അവർ പരസ്പരം സംസാരിക്കുകയാണ്. മാത്രമല്ല, ആ തിന്മ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സാലിഹീങ്ങളാകാം. അവർ തിന്മക്ക് മുൻപേ എന്ത് തീരുമാനിക്കുന്നു? തൗബ തീരുമാനിക്കണം. തിന്മക്ക് മുൻപേ തൗബ തീരുമാനിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? തിന്മക്ക് മുൻപേ തൗബ തീരുമാനിക്കുക എന്നത് നിനക്ക് തിന്മ എളുപ്പമാക്കി തരും. അങ്ങനെ തീരുമാനിച്ചാൽ എന്താ പ്രയാസം? തിന്മ ചെയ്യാനുള്ള പ്രയാസം അങ്ങനെ നീങ്ങും. പിന്നെയോ, തിന്മ ചെയ്യുന്നു എന്ന് നീ നിന്നെക്കുറിച്ച് സങ്കല്പിച്ചാൽ നിൻ്റെ മുഖം വികൃതമായിട്ടാണ് നിൻ്റെ മനസ്സിൽ തോന്നുക. ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക നീ നിന്നെ സങ്കല്പിച്ച് നോക്കി. അത് ചെയ്തുകൊണ്ടിരിക്കണം നീ മരിക്കുന്നത്. നീ ആലോചിച്ച് നോക്ക്, വളരെ വികൃതമായ, വളരെ മോശമായ ഒരു രൂപമായിരിക്കും നിനക്ക് നിന്നെ കാണാൻ സാധിക്കുക. പക്ഷെ അതിന് ശേഷം തൗബ തീരുമാനിച്ചാലോ, ഈ വികൃതമായ മുഖം മനസ്സിൽ നിന്ന് ഇല്ലാതായി പോവുകയാണ്. അതിനുശേഷം തൗബ തീരുമാനിച്ചാൽ പിന്നെയോ ബാക്കിയുള്ളവരെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഇത് കഴിഞ്ഞ് സാലിഹ്യങ്ങളായി തീരാം. ഇത് നോക്കൂ, ഗുരുതരമായ അബദ്ധമാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിനക്ക് എന്തുറപ്പാണുള്ളത്? ആ തിന്മ ചെയ്ത് കഴിഞ്ഞ് തൗബ ചെയ്യാൻ അവസരമുണ്ടാകുമെന്ന് എന്തുറപ്പാണുള്ളത്? യാതൊരു ഉറപ്പുമില്ല. ഒരു പക്ഷേ ആ തിന്മ ചെയ്യുമ്പോൾ നീ മരണപ്പെട്ടേക്കാം. ആരാണ് നിനക്ക് ഉറപ്പെന്ന്? ഇത് തീരുമ്പോൾ ആയുസുണ്ട്. ആരുറപ്പെന്ന്? എത്ര ആളുകൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചു പോയിട്ടുണ്ട്. തിന്മയിലായിരിക്കെ മരിച്ച എത്ര ആളുകൾ, വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കെ റൂഹ് പോയവർ ഒരുപാട് ആളുകളുണ്ട്. ആരാണ് നിനക്ക് ഉറപ്പ് വന്നിട്ടുള്ളത് ഇന്ന സമയം വരെ നിനക്ക് ആയുസ്സുണ്ട് എന്ന്? ഇനി അതല്ല, തിന്മ ചെയ്ത് കഴിഞ്ഞിട്ടും നിനക്ക് ആയുസ്സുണ്ട്, പക്ഷേ ആ തിന്മയോടെ അള്ളാഹു നിൻ്റെ ഹൃദയത്തിൽ മുദ്ര വെച്ച് കളഞ്ഞാലോ? ഒരിക്കലും തൗബയിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്തവണ്ണം അള്ളാഹു നിൻ്റെ ഹൃദയം മോശമാക്കി കളഞ്ഞാലോ? വലിയ ശിക്ഷയാണത്. തൗബ ചെയ്യാൻ മനസ്സ് വരാതിരിക്കുക എന്നത്. തൗബക്കുള്ള മനസ്സ് അള്ളാഹു എങ്ങാനും നിൻ്റെ കൽബിൽ നിന്ന് എടുത്തു നീക്കിയാൽ, തൗബ ചെയ്യാനുള്ള ചിന്ത അള്ളാഹു എങ്ങാനും എടുത്തു നീക്കിയാൽ, പിന്നെ നീ പകുതി ചത്താലും തൗബ ചെയ്യൂല. മനസ്സിലല്ലേ? ശരീരത്തിൻ്റെ പകുതി ചത്തിട്ടുണ്ട്, എന്നാൽ പോലും തൗബ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മരണാസന്നരായ ആളുകൾ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ എത്രയോ ആളുകൾ അതവർക്ക് പറയാൻ സാധിക്കാതിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവരോട് ചുറ്റുമുള്ളവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവരിൽ ചിലർ ഒരു പാട്ടുകാരായിരുന്നു, പാട്ടുപാടിക്കൊണ്ടിരിക്കുക. വേറെ ചിലർ കച്ചവടത്തിൽ മുങ്ങി ദുനിയാവിൽ അവന് വേറെ അള്ളാഹുവിനോടുള്ള യാതൊരു ബാധ്യത ഓർമ്മയില്ല, നിസ്കാരമോ ഇങ്ങനൊന്നും അവന് ഓർമ്മയില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയുമ്പോൾ അവൻ പറയണം, ഇതാ ഇത് വളരെ ചീപ്പ് റേറ്റാണ്,
ഇതിന് ഇത്രേ വിലയുള്ളൂ. പണ്ഡിതന്മാർ എത്ര അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എത്ര ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചിലരോട് പറയുകയാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. അപ്പോൾ അവൻ പറയുന്നു ലാ അസ്തത്തി, എനിക്ക് സാധിക്കുന്നില്ല, അതവൻ പറയുന്നുണ്ട്. പക്ഷേ ആ ലഫ്ദുൽ ജലാലത്ത് ഉച്ചരിക്കാൻ, കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. തൗബക്ക് മനസ്സില്ലാത്ത സ്ഥിതി വന്നേക്കും. സുബ്ഹാനല്ലാഹ്, ഇനി ദിവസങ്ങൾ മാത്രമേ ജീവിക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് അതിവനും അറിയാം ഗുരുതരമായ രോഗം ബാധിച്ച്. എന്നിട്ട് കൂടെയുള്ളവർ, തൊട്ടടുത്തുള്ളവർ പോയി പറയണം നിസ്കരിച്ചൂടെ. ആ കിടന്നിടത്ത് സാധിക്കണ രൂപത്തിൽ ചെയ്യുന്നില്ല. അവൻ ചെയ്യുന്നില്ല, അവൻ്റെ മനസ്സതിലേക്ക് നീങ്ങുന്നില്ല, മരവിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സുബ്ഹാനല്ലാഹ് എത്രയോ ഉണ്ട്. നമ്മിൽ പലർക്കുമുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അനേകമുണ്ട്. ഇങ്ങനെ ഹൃദയം തിന്മ കൊണ്ട് തലതിരിക്കപ്പെട്ടേക്കും. തിന്മയുടെ പ്രത്യേകത എന്താണ്? കൽബിൽ കുത്തുവീഴ്ത്തും, കറയുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒടുവിൽ അവൻ്റെ ഹൃദയം എങ്ങനെയായിത്തീരും? ലാ യഅരിഫു മഅറൂഫ വലാ യുൻകിറു മുൻകറ. ഒരു നന്മയും തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപം, ഒരു തിന്മയും തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപം. ഒരു നന്മയും അവന് തിരിച്ചറിയാനോ സ്വീകരിക്കാനോ സാധിക്കില്ല, ഒരു തിന്മയും അവന് തിരിച്ചറിയാനോ തള്ളിക്കളയാനോ സാധിക്കില്ല. ആ രൂപത്തിൽ ഹൃദയം അറിയും. നിങ്ങൾ കാണുന്നില്ല ഈ ലോകത്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് വരെ റബ്ബിനൊരു സുജൂദ് ചെയ്യാത്തവൻ, നിസ്കരിക്കാതെ വന്നടുക്കണം, അവൻ്റെ കൽബിൽ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ പേരിലില്ല. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? നിസ്കാരം ശീലമാക്കി ഒരുവനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ളൊരു മനുഷ്യനോട് ഒരാൾ വന്ന് പറയണം, 100 കോടി ഞാൻ നിനക്ക് തരാം, അല്ലെങ്കിൽ അതിന് കൂടുതൽ, ഇന്ന് നീ അസർ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ കോടികൾ കൊണ്ടുപോയി കടലിൽ തള്ളുന്നു പറയും, ഒഴിവാക്കുകയില്ല. എത്രയോ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. എത്രയോ സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ ഈമാൻ ഇങ്ങനെയാണ്. എങ്ങനെ? കോടികൾ തരാമെന്ന് പറഞ്ഞാൽ നമസ്കാരം ഉപേക്ഷിക്കില്ല. എത്രയോ ആളുകളുണ്ടോ അങ്ങനെ. കാരണം അത്രയും വലുതാണത്. കാഫറാകാനാണ് ഇനി പറയുന്നത് എന്താണെന്ന് അറിയാം, അവൻ ചെയ്യുകയില്ല. സുബ്ഹാനല്ലാഹ്, ഈ ഹൃദയം നൽകിയത് ആരാണ്? അല്ലാഹുവാണ്. എന്നാൽ എല്ലാ തണ്ടും തടി ഉണ്ടായിട്ടും 5 നേരം ഹയ്യ അല സലാ ഹയ്യ അലൽ ഫലാ എന്ന് കേട്ടിട്ടും ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും മസ്ജിദിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, വുദൂഇൻ്റെ അവയവങ്ങളിൽ ഒരു നനവ് സ്പർശിച്ചിട്ടില്ലാത്ത എത്ര മനുഷ്യരുണ്ട്. മുസ്ലിം പേരിലുള്ള ആളുകൾ ആരാണ് അവരുടെ ഹൃദയങ്ങളെ തിരിച്ചത്? ചിന്തിച്ചു നോക്കൂ. ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. അള്ളാഹു ചിലരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അവരുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കാൻ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല. വമൻ യുരിദില്ലാഹു ഫിത്നതഹു ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ. അള്ളാഹു ഒരുവനെ കുഴപ്പത്തിലാക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും അവന് വേണ്ടി നേടാൻ നിനക്ക് കഴിയില്ല. ഖൽബ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അവൻ്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ. അതുകൊണ്ട് ഈ തിന്മ കഴിഞ്ഞാൽ നിന്റെ കൽബ് ഇതേപോലെ ഉണ്ടാവുമെന്ന് നിനക്ക് എന്തുറപ്പാണുള്ളത്? അതങ്ങ് തിരിഞ്ഞാലോ, തൗബക്കുള്ള മനസ്സില്ലാതായി പോയാലോ, കാഫറായി പോയാലോ? നസല്ലല്ലാഹു അലൈഹി വസല്ലം. മുർത്തദ്ദുകളായിരുന്ന 5 നേരം നിസ്കരിക്കുന്ന എത്ര ആളുകൾ മുർത്തദ്ദായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും ഈ രൂപത്തിലുള്ള അമിത ആത്മവിശ്വാസങ്ങൾ വെച്ച് പുലർത്തരുത്. തിന്മ ചെയ്യുന്നതിന് മുമ്പേ തൗബ തീരുമാനിക്കുക, എന്നിട്ട് തിന്മ ചെയ്യുക പാടില്ല. ആ അപകടം പിടിച്ച കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ തൗഫീഖ് ചൊരിഞ്ഞില്ല എങ്കിൽ തൗബക്ക് അവസരം കിട്ടുകയില്ല. അതുകൊണ്ട് തൗബ ആദ്യമേ തീരുമാനിച്ച് തിന്മ ചെയ്യുക എന്നത് ഒരിക്കലും പാടില്ല. തിന്മക്കൊരുങ്ങരുത്. അങ്ങനെ തൗബ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് തിന്മക്കൊരുങ്ങരുത്. മറിച്ച് തിന്മ സംഭവിച്ചു പോയാൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. ഉടനെ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക. തെറ്റുകൾ അതിനേക്കാൾ അപ്പുറത്തുള്ള തെറ്റുകളിലേക്ക് ആണ് നമ്മെ കൊണ്ടുപോവുക. യാഖൂബ് അലൈഹിസ്സലാമിൻ്റെ ഈ മക്കളുടെ കാര്യം നോക്കൂ നിങ്ങൾ. അവർ തീരുമാനിച്ചത് ഒരു തിന്മയാണ്, ഒറ്റ തിന്മയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അവരെന്തൊക്കെ ചെയ്യേണ്ടി വന്നു? ഒരു തിന്മ അവരെ അടുത്ത തിന്മയിലേക്ക് കൊണ്ടുപോയി. യൂസുഫ് അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി കളയണം, അതിനുവേണ്ടി ഉപ്പയോട് കളവ് പറയണം. അതുപോലെ ഉപ്പയെ വഞ്ചിക്കണം. ഒരു കളവ് പറഞ്ഞാൽ മതിയോ? അല്ല, അത് ന്യായീകരിക്കാൻ പല കളവ് പറയണം. സഹോദരനെ വഞ്ചിക്കണം, കൊണ്ടുപോയി നല്ലൽക്ക് കൊണ്ടുപോയി, പിന്നെ ഉപ്പയുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ ഉടനെ ചീത്ത വിളിക്കുക, ഉപദ്രവിക്കുക.
ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഒരു തിന്മയുടെ പേരിൽ ചെയ്യേണ്ടി വരും. ഇതാണ് തിന്മയുടെ പ്രത്യേകത. മുൻഗാമികൾ പറഞ്ഞു, ഇന്ന മിൻ സവാബിൽ ഹസനത്തി അൽ ഹസനത ബഅദഹ വ ഇന്ന മിൻ ഇഖാബി സയ്യിഅതി അസ്സയ്യിഅത ബഅദഹ. നന്മക്കുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളുടെ ഭാഗമാണ്, നന്മക്കുള്ള പ്രതിഫലമാണ് ഒരു നന്മ ചെയ്താൽ പിന്നെ വേറെ നന്മ ചെയ്യാൻ സാധിക്കുക എന്നത്. തിന്മക്കുള്ള ശിക്ഷയുടെ ഭാഗമാണ് തിന്മ ചെയ്താൽ പിന്നെ വേറെയും തിന്മ ചെയ്യേണ്ടി വരിക എന്നത്. ഒരു ചെറിയ നന്മ നീ ചെയ്താൽ ആ നന്മ അതിനേക്കാൾ വലിയ അതിൻ്റെ സഹോദരങ്ങളെ നിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. ഒരു തിന്മ ചെറുത് നീ ചെയ്താൽ ആ തിന്മ അതിനേക്കാൾ വലിയ അതിൻ്റെ സഹോദരങ്ങളെ നിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. നന്മ ചെയ്ത് 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 നന്മ ഒരാളുടെ സിജീയത്തായിത്തീരും, ഒരാളുടെ പ്രകൃതമായിത്തീരും. എത്രത്തോളം മലായികത്ത് അവൻ്റെ അരികിലേക്ക് വന്ന് നന്മയിലേക്ക് അവനെ വിളിച്ചുകൊണ്ടിരിക്കും. അവൻ വിചാരിച്ചാൽ പോലും അവനെ നന്മയെന്ന് പുറത്തിറക്കാൻ പറ്റില്ല, ആ അവസ്ഥയിൽ എത്തിച്ചേരും. അവൻ വിചാരിച്ചാൽ പോലും അവന് നന്മയിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത നന്മ അവൻ്റെ ശീലമായി കഴിഞ്ഞിരിക്കും, അവൻ്റെ പ്രകൃതമായി കഴിഞ്ഞിരിക്കും. അവന് തിന്മ ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ഒരു നന്മയിലേക്ക് നയിക്കുന്നത്. ഒരാൾ ഇസ്ലാമിൻ്റെ ഒരു പ്രകടമായ രൂപം, ഒരു താടി വളർത്തിയൊരു മനുഷ്യൻ. നിങ്ങൾ പറയും, അങ്ങനെ ഒരാൾക്ക് ഒരു സിനിമാ തിയേറ്ററിൻ്റെ ക്യൂ പോയിട്ട് അതിൻ്റെ കൗണ്ടറിൽ ക്യൂ നിൽക്കാൻ പറ്റുമോ? അവന് ചിന്തിച്ച് നോക്കി, സാധിക്കുകയില്ല. അവൻ വിചാരിച്ചാലും അവന് സാധിക്കുകയില്ല. അത് ഉപേക്ഷിക്കണം, അല്ലാതെ അവന് സാധിക്കുകയില്ല. ഒരു അവനെ ഖൈറിൽ നിലനിർത്തുകയും തിന്മയിൽ നിന്ന് പിടിച്ചു വെക്കുകയും ചെയ്യുകയാണ്. തിന്മയിൽ നിന്ന് അവനെ പിടിച്ചു. ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെയാണ് നന്മകൾ. തിന്മകൾ ഇതുപോലെ തന്നെയാണ്. തിന്മകൾ ഒരാൾ ചെയ്ത് പിന്നെ അതിനും വലുത് ചെയ്ത് തിന്മ അവൻ്റെ ശീലമായിത്തീരും. പിശാച് കളവൻ നിൽക്കുന്നിടത്തും നടക്കുന്നിടത്തും കിടക്കുന്നിടത്തൊക്കെ വന്ന് തിന്മയിലേക്ക് അവനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഒടുവിൽ അവൻ ഉദ്ദേശിച്ചാൽ പോലും അവനത് നിർത്താൻ സാധിക്കാതെ വരും. ഒരു രുചിയുമില്ലാതെ അവൻ തിന്മ ചെയ്യുന്ന അവസ്ഥ വരും. അവൻ തന്നെ അത് ആസ്വദിക്കുന്നില്ല, പക്ഷെ അത് അവന് ശീലമായി പോയിരിക്കും. അല്ലേ? പഴയ കാലത്ത് ചില മുഴുക്കുടിയന്മാർ അവരുടെ കവിതകളിൽ നമുക്ക് കാണാം, ഞാനൊരു കോപ്പ കുടിച്ചു, അടുത്തത് കുടിച്ചതെന്തിനാ? ആദ്യം കുടിച്ചതിൻ്റെ രോഗം മാറ്റാനാണ്. ആദ്യം കുടിച്ചതിൻ്റെ രോഗം മാറ്റാനാണ് ഞാൻ അടുത്ത് കുടിച്ചത്. ഒരിക്കലും തിന്മയിൽ സമാധാനം ഉണ്ടാവുകയില്ല. അള്ളാഹു ഹറാമാക്കിയതിൽ തൃപ്തിയില്ല. വ്യഭിചാരത്തിൽ കാലെടുത്ത് വെച്ചൻ നിങ്ങൾ വിചാരിക്കണ്ടോ അവന് ഒരു വ്യഭിചാരം കൊണ്ട് അവൻ്റെ ആശ തീരും? ഇല്ല, ഒരു തൃപ്തിയും അവനില്ല. അവൻ അതിൽ തന്നെ തുടർന്നു പോവുകയാണ്. പക്ഷെ ഹലാലിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ സംതൃപ്തിയും മാധുര്യവും സന്തോഷവും നിർഭയത്വവും വെച്ചിരിക്കുന്നു. ഹറാമിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ തൃപ്തിയില്ലായ്മയും ഭീതിയും വെപ്രാളവും അതുപോലെ ഒരിക്കലും ആഗ്രഹം തീരാത്ത അസ്വസ്ഥതകളും എല്ലാം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. സൗഭാഗ്യമുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിനാണ്, ദൗർഭാഗ്യമുള്ളത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനാണ്. അങ്ങനെ തിന്മകളിൽ മുങ്ങി അവൻ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലെത്തും. പകുതി ചത്താൻ അവൻ തൗബ ചെയ്യുകയില്ല. എന്ന് പറഞ്ഞാൽ മരണം അത്രയും മുന്നിലുണ്ട്, എങ്കിലും തൗബയുടെ മനസ്സ് അവന് ഇല്ലാതായി പോകും. ഇത് സഹോദരങ്ങളെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم إنا نعوذ برضاك من سخطك وبمعافاتك من عقوبتك، ونعوذ بك منك لا نحصي ثناء عليك أنت كما أثنيت على نفسك. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك نبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا، أنت الحي الذي لا يموت والجن والإنس يموتون. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم جنبنا الفتن ما ظهر منها وما بطن. اللهم جنبنا الفواحش. اللهم حبب إلينا الإيمان وزينه في قلوبنا، وكره إلينا الكفر والفسوق والعصيان، وجعلنا من الراشدين. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.